അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. യാ സ്വഹിബൽ വഖതി അഖ്തുബ ബിക്കും നിയാബത്തൻ അൻകും വഅളഉ ജബഹതി തഹ്ത ഖദമൈക്കും. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയം ഭദ്രമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള മഹാന്മാരായ സ്വഹാബത്ത്, ഔലിയാക്കൾ, ഇമാമുകൾ തുടങ്ങി പരമ്പരയായി നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ള ഈ ദീനുൽ ഇസ്ലാം അത് വളരെ വ്യക്തമാണ്, പ്രമാണബദ്ധിതമാണ് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും. എന്നാൽ 921 കടന്നു വന്ന വഹാബികൾ അവരിവിടെ വിഭാഗീയത സൃഷ്ടിക്കുകയും മുസ്ലിം ബഹുഭൂരിഭാഗത്തെ മുശ്രിക്കായി ചിത്രീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പുത്തൻവാദികൾ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത കൊണ്ടുവന്നു. ഞാനതിലേക്ക് കൂടുതലായി കടന്ന് സംസാരിക്കുന്നില്ല. അവർ പല വിഷയങ്ങളിലും വിശ്വാസികളെ ഭിന്നിപ്പിക്കുവാനും വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുവാനുമൊക്കെ തുടങ്ങി. അവസാനം വഹാബികൾ തന്നെ പരസ്പരം മുശ്രിക്കുകളായി ആരോപിക്കുകയും ശിർക്കാരോപിക്കുകയും അവർ ഭിന്നിച്ച് കഷ്ണമായി മാറുകയും ചെയ്തു. KNM എന്ന് പറയുന്ന വഹാബി ശരീരത്തിൽ നിന്ന് പല ഭാഗങ്ങൾ കൊഴിഞ്ഞു വീണ് അവസാനം അസ്ഥികൂടം മാത്രമായി മാറിയ ഒന്നാണ് അനസ് മൗലവിയും മറ്റുമൊക്കെ നേതൃത്വം നൽകുന്ന KNM. ആ ടീം, അനസ് മൗലവിയും ടീമും ഈ അടുത്ത് നമ്മെ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുക്കും. ആദർശ ഭദ്രത നമ്മുടെ കയ്യിലായതുകൊണ്ട് അനസ് മൗലവി എന്നല്ല, അനസിനെ പോലുള്ള 100 പേര് വന്നാലും വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കും. പക്ഷേ അവിടെയല്ല അതിൻ്റെ രസം കിടക്കുന്നത്. കഴിഞ്ഞ പ്രസംഗത്തിൽ, സംവാദ പ്രഖ്യാപനത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒരു സംവാദമാകുന്ന സമയത്ത് 2 കക്ഷികളും തയ്യാറായി കഴിഞ്ഞാൽ മുഖാമുഖം ഇരുന്നു കൊണ്ട് അവരവരുടെ വാദങ്ങൾ എഴുതി, നിയമാവലികൾ എഴുതി, അങ്ങനെയാണ് സംവാദത്തിലേക്ക് പോവൽ. പക്ഷേ ഇദ്ദേഹം ഏകപക്ഷീയമായി വന്ന് കുരുവട്ടൂരിയൻ വ്യാജന്മാരുടെയും മറ്റുമൊക്കെ തലയിണ മന്ത്രങ്ങൾ സ്വീകരിച്ച് ഒരു വാദം അങ്ങ് പ്രഖ്യാപിച്ചു, നമുക്കില്ലാത്ത വാദം. അങ്ങനെ ആ വാദം ഞങ്ങൾക്കില്ല, അത്തരമൊരു വാദം ഞങ്ങളുടേതല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടും മൗലവി ഉരുണ്ട് മറിയാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, വിശദമായിട്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത്, അനസിൻ്റെ ആശയ ദൗർബല്യം, ആശയരാഹിത്യം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ അദ്ദേഹം പരാജിതനായി, അപമാനിതനായി പോയിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ മുന്നോട്ട് വെച്ച വാദമെന്ന് പറയുന്നത് അനസിനോ അനസിൻ്റെ കൂടെയുള്ളവർക്കോ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത, ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത, അവരുടെ മർമ്മത്തിലേക്ക് കൊള്ളുന്നതാണ് നമ്മൾ മുന്നോട്ട് വെച്ച വാദം. അതിനെ കഴിഞ്ഞ പ്രസംഗത്തിൽ 1 മണിക്കൂറും അപ്പുറവും സംസാരിച്ചിട്ട് അത് തൊട്ടു നോക്കാൻ പോലും അനസിന് ധൈര്യം വന്നില്ല എന്നത് നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം 1 മണിക്കൂറിലധികം സംസാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച വാദത്തെ തൊട്ടു നോക്കാൻ പോലും അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. എന്തായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ച വാദം? KNMകാർ നിർവചിക്കുന്ന തൗഹീദ് പ്രകാരം KNMകാർ തൗഹീദിന് പുറത്താണ്. ഇതാണ് നമ്മൾ മുന്നോട്ട് വെച്ച വാദം. ഈ വാദത്തെ തൊട്ടുനോക്കാൻ അനസിന് കഴിഞ്ഞില്ല. അത് നമ്മോട് പറഞ്ഞാൽ സുന്നികൾ നിർവചിക്കുന്ന തൗഹീദ് പ്രകാരം സുന്നികൾ ആ തൗഹീദിനകത്താണ് എന്ന് സ്ഥാപിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചാടിയിറങ്ങി
പ്രമാണങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞ് അതിനെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അനസിനറിയാം അദ്ദേഹം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള തൗഹീദ്. ആദ്യം ഈ തൗഹീദിലായിരുന്നില്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൊളിക്കാൻ വേണ്ടി ഈ കമ്പനി ഒന്നായിട്ട് വന്നിരുന്ന ഒരു കാലത്ത് കൊട്ടപ്പുറം സംവാദ വേദിയിലും അതിന് ശേഷമുള്ള വേദിയിലുമൊക്കെ കണ്ടിരുന്ന വഹാബികളെ ഇപ്പോൾ കൂടെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒക്കെ വിഭജിച്ച് ഭിന്നിച്ച് പരസ്പരം തല്ലിത്തീരുകയാണ്. ഒരാൾ പറയുന്നു നീ മുശ്രിക്കാണ്, അനസിനോട് ഫൈസൽ പറയും നീ മുശ്രിക്കാണ്, തിരിച്ചു പറയും നീ കടുത്ത മുശ്രിക്കാണ്. ഇങ്ങനെ പരസ്പരം മുശ്രിക്കായി ചിത്രീകരിച്ച് ഇവർ പിളർന്ന് ഇല്ലാതെയായി KNM എന്ന് പറയുന്ന അസ്ഥികൂടം മാത്രമായി അരുകുവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് അനസ് മൗലവിയും ടീമും. അതുകൊണ്ട് തന്നെ അനസിനറിയാം ഈ തൗഹീദിൻ്റെ അപ്ഡേഷനുകൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള അദ്ദേഹം അവസാനമായി വികസിപ്പിച്ചെടുത്ത തൗഹീദ് അത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇസ്ലാം തൗഹീദ് എന്ന് പറയുന്ന ആണിക്കല്ല് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദ് ഒന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന തൗഹീദും ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും അതിലില്ല. എന്നാൽ വഹാബികളുടെ തൗഹീദ് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ട് നേരത്തെ മുവഹിദായിരുന്നവർ മുശ്രിക്കായി, 2015 ഷിർക്കായിരുന്ന കാര്യം പിന്നീട് അത് തൗഹീദായി മാറി. അങ്ങനെ ഒരുപാട് അപ്ഡേഷനുകളുണ്ട്. ജിന്ന്, ഷൈത്വാന്, സിഹിർ, മാരണം, അങ്ങനെ ഓരോന്ന് അനസിൻ്റെ മുമ്പിൽ നമ്മളത് പറയുമ്പോൾ ഇങ്ങനെ കടന്നു വരും. അതുകൊണ്ടാണ് അനസിനത് തൊട്ടു നോക്കാൻ ധൈര്യമില്ലാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ തൗഹീദിനെ സ്ഥാപിക്കുവാൻ 1000 നാവുണ്ടാവും. എന്നാൽ അനസിനോട് നമ്മൾ ആവർത്തിച്ച് അനസിൻ്റെ മുഖത്തു നോക്കി വെല്ലുവിളി നടത്തി, അനസേ, താങ്കൾ പറയുന്ന തൗഹീദ്, താങ്കൾ ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത അവസാന ഘട്ടത്തിൽ നിലവിലുള്ള തൗഹീദ്, ആ തൗഹീദ് പ്രകാരം KNMകാരായ നിങ്ങൾ തൗഹീദിന് പുറത്താണ് എന്ന് അനസിൻ്റെ മുഖത്തു നോക്കി നമ്മൾ പറഞ്ഞിട്ട് അത് തൊട്ടു നോക്കാൻ അനസിന് ധൈര്യമില്ല. എന്താ കാരണം? അതിന് സാധിക്കൂല, പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് അനസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അനസ് ഇതിലും വലിയ ഒരു പരാജയം ഇനി പരാജയപ്പെടാൻ ബാക്കിയില്ല. അത്രമേൽ അദ്ദേഹം പരിഹാസ്യനാവുകയും പരാജയപ്പെട്ട് തല കുനിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുടനീളം ഈ ഒരു ജാള്യത നമുക്ക് കാണാനും കഴിയും. KNMകാർ നിർവചിക്കുന്ന തൗഹീദ് പ്രകാരം KNMകാരായ അനസ് അടക്കമുള്ളവർ തൗഹീദിന് പുറത്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട്, അടിസ്ഥാനം ആണിക്കല്ല് ഇളക്കിക്കൊണ്ട് നമ്മൾ അനസിനോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ 1 മണിക്കൂറും ചില്ലറയും അദ്ദേഹം സംസാരിച്ചു തീർത്തു എന്നതിൽ നമുക്ക് വലിയ കൗതുകമുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നമുക്കൊരു അവാർഡ് കൊടുക്കണമെങ്കിൽ അതിന് അദ്ദേഹം അർഹനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും മർമ്മപ്രധാനമായ ഒരു വിഷയം മിണ്ടാതെ 1 മണിക്കൂറിലധികം സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കഴിവ് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് വഹാബികളെ ഈ അനസ് മൗലവിക്കും ടീമിനും അദ്ദേഹത്തിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞങ്ങളെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാതെ പോയത്? ഇത്രമേൽ ആദർശപരമായി അസ്തമിച്ചു കഴിഞ്ഞു അവർ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഓരോന്നോരോന്നായി വളച്ചൊടിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരും പഠിപ്പിച്ച, മുസ്ലിം ലോകം മുഴുവനും വിശ്വസിച്ചു വന്ന നിരവധി കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളാണെന്ന് ചിത്രീകരിച്ച് അവരുടെ മേലിൽ ശിർക്കാരോപിച്ച, ഏറ്റവും വൃത്തിഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ മേലിൽ കുതിര കയറാൻ വന്ന വഹാബികൾ ഇപ്പോൾ തൗഹീദിൻ്റെ പേരിൽ വിഭജിച്ച് കഷ്ണമായി മാറി. അവസാനം അവർ കണ്ടുപിടിച്ച തൗഹീദ് പോലും, അനസും ടീമും ഇപ്പോൾ കയ്യിൽ വെക്കുന്ന തൗഹീദിൻ്റെ നിർവചനം പോലും പ്രമാണങ്ങൾക്ക് അതീതമാണെന്ന് പറയാനുള്ള ധൈര്യമോ നട്ടെല്ലോ ഇല്ലാത്ത വിധം അനസും അദ്ദേഹത്തിൻ്റെ കൂടാരമായ KNMും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അനസിനോട് ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ
താങ്കൾ വിശ്വസിക്കുന്ന തൗഹീദ് ഒരൽപ്പമെങ്കിലും പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണെന്ന് താങ്കൾക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങളെ മുമ്പിൽ വന്നത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. താങ്കളുടെ തൗഹീദിന്റെ നിർവചനപ്രകാരം തന്നെ അനസും ടീമും തൗഹീദിന്റെ പുറത്താണ്. ഞങ്ങൾ ഈ ഒരു വാദം മുന്നോട്ട് വെച്ചിട്ട് ഒന്നുകിൽ അങ്ങനെ ഒരു തൗഹീദിന്റെ നിർവചനം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ചർച്ചയ്ക്ക് വരാൻ അനസ് തയ്യാറാകണം, അതിനെ നിഷേധിക്കാൻ അനസ് തയ്യാറാകണം. പക്ഷേ അനസ് തയ്യാറായിട്ടില്ല. അനസിനറിയാം അത് നിഷേധിക്കാൻ കഴിയില്ല, ഒരു വഹാബിക്കും നിഷേധിക്കാൻ കഴിയില്ല. അത്രമേൽ ഭദ്രമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം, വളരെ കൃത്യമാണ്. നിങ്ങൾ യഥാർത്ഥ സംവാദത്തിൽ താങ്കൾ പങ്കെടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ കിതാബ് മനസ്സിലാക്കിയ, പ്രമാണങ്ങൾ മനസ്സിലാക്കിയ, ഖുർആനും ഹദീസും മനസ്സിലാക്കിയവരോട് അനസ് ഒരിക്കലും സംവാദത്തിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം അനസിന് നന്നായിട്ടുണ്ട്. ഞങ്ങളെ മുമ്പിൽ വന്ന് പ്രമാണവുമായി വന്നാൽ ഇതിലപ്പുറം വെള്ളം കുടിക്കാൻ പിന്നെ വേറെ എവിടെയും കഴിയില്ല എന്ന് അനസിന് നന്നായി അറിയാം. അതുകൊണ്ട് അനസെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. താങ്കൾ വിശ്വസിക്കുന്ന തൗഹീദ് അത് പ്രമാണങ്ങളുടെ പിന്തുണയുള്ളതാണെന്ന ഒരു ചെറിയ വിശ്വാസമെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കാൻ അനസിന് ഇപ്പോൾ കിട്ടുന്ന അവസരമാണ്. അതിനാണ് സംവാദത്തിന് വരേണ്ടത്. പക്ഷേ അതിന് അനസിന് കിട്ടുന്നില്ല. അനസ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ, ഞങ്ങളെ തൗഹീദിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല എന്നാണ് അനസ് പറയുന്നത്. ഈ കളിക്ക് ഞാനില്ല. ഏറ്റവും അടിസ്ഥാനപരമല്ലേ? അനസ് പറയുന്നു, അനസിന്റെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ്? തൗഹീദിന് വേണ്ടിയാണ് പോലും. തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് അനസും അവകാശപ്പെടുന്നത്. എന്നാൽ ആ തൗഹീദ് പ്രകാരം നിങ്ങൾ തൗഹീദിന് പുറത്താണെന്ന ഏറ്റവും കൃത്യമായ ഒരു വാദം മുന്നോട്ട് വെച്ച്, ആ വാദം മുന്നോട്ട് വെച്ച ഒരു സംവാദത്തിൻ്റെ ചർച്ചയ്ക്ക് ഞാൻ ആവർത്തിച്ച് വിളിച്ചിട്ട് അനസ് അനങ്ങുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അത്രമേൽ ദുർബലമാണ്, പ്രാമാണികമായി നിരായുധരാണ് അനസും ടീമും എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വഹാബിസം എന്നത് പുത്തൻവാദമാണെന്നും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്ത വാദങ്ങളാണ് അവരുടേതെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അവിടുന്ന് ശേഷം വന്ന സ്വഹാബത്തും താബിഉകളും ഇമാമുകളും അടക്കമുള്ളവർക്കോ പരിചയമില്ലാത്ത പുത്തൻ വാദങ്ങളുമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും ഇനി മനസ്സിലാക്കാൻ വേറെ തെളിവുകൾ ആവശ്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം പുത്തൻവാദികളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, നിങ്ങളുടെ സമീപത്തേക്ക് ബിമാലം തസ്മഉ അൻതും വല ആബാഉക്കും, നിങ്ങളോ നിങ്ങൾ മുൻഗാമികളോ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ വാദങ്ങളുമായി കടന്നു വരുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പുത്തൻവാദികളാണ് ഈ വഹാബികളെന്ന് നാം മനസ്സിലാക്കണം. ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ അനസിൻ്റെയും ടീമിൻ്റെയും പരാജയം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർക്ക് ഒരു സംവാദത്തിനെന്നല്ല, ആശയപരമായ ഒരു സംസാരത്തിന് പോലും അവർക്ക് കഴിയൂല. പക്ഷേ അത് കഴിയൂല എന്ന് തുറന്നു പറഞ്ഞാൽ എല്ലും തോലുമായ അസ്ഥികൂടം മാത്രമായ KNM ബാക്കിയുള്ളതും തീർന്നു പോകും എന്ന് അറിയുന്നത് കൊണ്ട് അനസിനത് തുറന്ന് സമ്മതിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആദർശ രാഹിത്യം യഥാർത്ഥത്തിൽ തുറന്നു കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വാദം ഏറ്റെടുത്ത് അനസിന് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ മുമ്പിൽ വരാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ വരൂ, സംവാദത്തിന് വരൂ. താങ്കളുടെ തൗഹീദ് പ്രകാരം താങ്കളൊരു മുവഹിദാണെന്ന് തെളിയിക്കാൻ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞതെന്തായിരുന്നു? അദ്ദേഹം മുന്നോട്ട് വെച്ച 2 വാദങ്ങളുണ്ട്. ആ വാദങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തള്ളിക്കളഞ്ഞു. പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ മുമ്പിൽ പറയാൻ പറ്റുന്നതല്ല. പക്ഷേ കഴിഞ്ഞ പ്രസംഗത്തിൽ 1 മണിക്കൂറിലധികം അദ്ദേഹം സംസാരിച്ചത് എന്തിനായിരുന്നു? ആ കുരുവട്ടൂരിയൻ ടീം എന്ന് പറയുന്ന കള്ളത്തുരീഖത്തുണ്ട്, അവർ മുന്നോട്ട് വെച്ച പുത്തൻവാദമുണ്ട്. ആ പുത്തൻവാദം ഔലിയാക്കളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയാം,
വഹാബികൾ മഹാന്മാരുടെ തദ്ബീറിനെ മുഴുവനായിട്ട് നിഷേധിച്ചു. എന്നാൽ കുരുവട്ടൂരിയൻ ടീമടക്കമുള്ള പുത്തൻവാദികൾ വ്യാജ ത്വരീഖത്തോ മുദബ്ബിറുൽ ആലമാണ് ഔലിയാക്കൾ എന്ന് ഒരു വലിയൻ്റെ പേര് പറഞ്ഞ് മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും തെറ്റാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ നിലപാട് വിശദീകരിച്ച് ആ കുരുവട്ടൂരിയൻ ടീമിനെ ഞാൻ നന്നായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അനസേ. 64 ഖണ്ഡനം ഞാൻ വെറുതെ നടത്തിയതല്ല, അതൊന്ന് കേട്ടു നോക്കണം. അതിൽ ഞങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ട് പഠിക്കണം. താങ്കളുടെ സഖ്യകക്ഷിയായ നൗഷാദിനെയും ടീമിനെയും ഞങ്ങൾ ആദർശപരമായി മൂലയിലിരുത്തിയിട്ടുണ്ട്. അവർക്ക് കിതാബെടുക്കാൻ ധൈര്യമില്ലാത്ത വിധത്തിൽ ഞങ്ങളവരെ ഗണ്ണിച്ച് ഒരു മൂലയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ വാദം കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചാർത്താനുള്ള ശ്രമമാണല്ലേ. മുദബ്ബിറുൽ ആലം അല്ലാഹു തആലയാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മുദബ്ബിറുൽ ആലം സിയം വലിയുല്ലാഹി തങ്ങളാണെന്നും അതിനേക്കാൾ മേലെയാണെന്നുമുള്ള വാദം ഞങ്ങൾക്കുണ്ട് എന്നാണ് അനസ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അങ്ങനത്തെ വാദം ഞങ്ങൾക്കില്ല. മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് തദ്ബീർ ഉണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഫൽ മുദബ്ബിറാത്തി അംറ, മഹാന്മാർക്ക് തദ്ബീർ ഉണ്ട്. എന്നാൽ മുദബ്ബിറുൽ ആലം അത് അല്ലാഹു തആലയാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദിലും അനി ബിത്തൗഹീദിൽ മുത്ലഖ് അൻ യഅലമ അന്ന മുദബ്ബിറുൽ ആലമി വാഹിദുൻ, മുദബ്ബിറുൽ ആലമി ഏകനായ അല്ലാഹുവാണ് എന്ന് ഇമാം ഫഖറുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിലുമൊക്കെ പറഞ്ഞത് വിശദീകരിച്ച് ഞങ്ങൾ ഇവിടെ കുരുവട്ടൂരിയൻ വ്യാജന്മാരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാദം ഞങ്ങളെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ് മൗലവി. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾക്ക് ഈ വാദമുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് വരണം. എത്രമാത്രം ലജ്ജാവഹമാണിത്! എത്ര ലജ്ജാവഹമാണിത്! മൗലവി, ഞങ്ങൾ മുന്നോട്ട് വെച്ച വാദം അതൊന്ന് താങ്കൾക്കില്ല എന്ന് പറയാൻ താങ്കൾക്ക് കഴിയോ? അതെങ്ങനെ കഴിയാ? താങ്കൾ നിർവചിക്കുന്ന തൗഹീദിനെ കുറിച്ചല്ലേ നമ്മളെ ചോദ്യം. അങ്ങനെ ആൺകുട്ടികളെപ്പോലെ പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞങ്ങൾക്കില്ലാത്തൊരു വാദം അത് ഞങ്ങളെ തലയിൽ കെട്ടിവെക്കാനല്ലേ ശ്രമിക്കുന്നത്? ഇതിൻ്റെ അപ്പുറം ഭീരുത്വം പിന്നെ എന്ത് വേണം മൗലവി? ഇതിലപ്പുറം ഭീരുത്വം പിന്നെ എന്ത് വേണം? ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഞങ്ങളെ വാദമായിട്ട് പറയാണ്, ഞങ്ങളെ വിരോധികളായ വഹാബികളുടെ വാദം കൊണ്ടുവന്ന് ഇസ്തിആസ ശിർക്കാണെന്നാണല്ലോ അനസ് പറയുന്നത്. അപ്പോൾ ഇസ്തിആസ ശിർക്കാണ് എന്ന സമസ്തയുടെ വാദം പ്രമാണവിരുദ്ധമാണ്. അതിൽ നിങ്ങൾ സംവാദത്തിന് വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംവാദത്തിന് നിൽക്കുമോ? ഞങ്ങളെ സംവാദത്തിന് നിൽക്കുമോ? അത് ഞങ്ങളെ വാദമല്ല, അത് ഞങ്ങൾ എതിർക്കുന്ന വാദമാണ്. അതുപോലെയല്ലേ മൗലവി ഈ ഒരു വാദം കൊണ്ടുവന്ന്, ഞങ്ങൾ എതിർക്കുന്ന വാദം കൊണ്ടുവന്ന് ഞങ്ങളുടെ വാദമായി അംഗീകരിക്കണമെന്ന് പറയാൻ താങ്കൾ എത്രമാത്രം നിരായുധനാണ്? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും ഇല്ലാത്ത വാദം അത് നമ്മുടെ ആലിമീങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നിരന്തരം ആ വാദം നമുക്കില്ല എന്ന് മാത്രമല്ല, അത് വാദിച്ചു വന്ന കുരുവട്ടൂരിയൻ വ്യാജന്മാരടക്കമുള്ള കള്ളത്തൊരീഖത്തുകാരെ നന്നായി കൈകാര്യം ചെയ്യുന്നവരുമാണ് ഞങ്ങൾ. എന്നാൽ ഈ അനസ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയാണ്, നിങ്ങൾക്കില്ലാത്ത ഈ വാദം തന്നെ നിങ്ങൾ അംഗീകരിക്കണം, എന്നാലേ മൂപ്പര് സംവാദത്തിനുള്ളൂ. എങ്ങനെ? അതിൻ്റെ പച്ച മലയാളമാണ്. തൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. ഞമ്മക്കില്ലാത്തൊരു വാദം അത് നമ്മുടെ വാദമായിട്ട് നമ്മൾ ഏറ്റെടുക്കൂലല്ലോ. ബുദ്ധിയുള്ള ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഇല്ല. അത് ഏറ്റെടുത്ത് വന്നാലേ ആര് സംവാദത്തിനുള്ളൂ? അനസ് സംവാദത്തിനുള്ളൂ. അനസിൻ്റെ തൗഹീദിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് അനസുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങളുമായി മക്കളെ ഒരു സംവാദം നടത്താനുള്ള കെൽപ്പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അനസ് പറയട്ടെ. ഇതൊന്ന് വിഷയം മാറ്റി തന്നാ കൊള്ളായിരുന്നു എന്ന കോലത്തിലാണ്. ഇവിടെ നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോ? അടുത്ത വിഷയം മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിൽ വഹാബികളുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കിയെന്ന് കാന്തപുരം സമസ്ത പറഞ്ഞാൽ അടുത്ത വിഷയം മനസ്സിലാക്കി. എങ്ങനെയുണ്ട്? മുദബ്ബിറുൽ ആലം ഒരു വലിയാണെന്ന വാദം ഞങ്ങൾക്കില്ല. അപ്പം മൗലവി പറയാണ്, അത് ഞങ്ങളെ മുമ്പിൽ തോറ്റു നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കില്ലാത്ത ഒരു വാദത്തിൽ എങ്ങനെയാ മൗലവി ഞങ്ങൾ തോൽക്കല്? താങ്കൾ എവിടെ നിന്ന് വരികയാണ്? ഒരു സംവാദത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായി അറിയേണ്ട കാര്യം പോലും അറിയുന്നില്ലല്ലോ. പ്രാഥമികമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യമല്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ടതുള്ളൂ. ഞങ്ങളെ വാദമായിട്ട് സംവാദത്തിന് നിൽക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ?
ഞങ്ങൾക്കൊരിക്കലും ഇല്ലാത്ത വാദം അത് ഞങ്ങളെ വാദമായി അംഗീകരിച്ച് സംവാദത്തിന് നിൽക്കണം എന്ന് പറയുന്നത് എത്രമാത്രം വലിയ വിഡ്ഢിത്താണ്. എന്നിട്ട് പറയാണ് അത് വഹാബികളുടെ മുമ്പിൽ ഞങ്ങൾ തോറ്റു. മൂപ്പർക്ക് വല്ലാത്ത ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. തോൽപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടാകും, പക്ഷേ തോൽപ്പിക്കണമെങ്കിൽ പ്രമാണം വേണം മൗലവി. ദീനിൻ്റെ പേരിൽ നിങ്ങൾ കടത്തിക്കൂട്ടിയത് മുഴുവനും പുത്തൻവാദങ്ങളാണ്. ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ മറ്റ് ഇസ്ലാമിക പ്രമാണങ്ങളുടെയോ ഒന്നും പിൻബലം നിങ്ങൾക്കില്ല. എന്നിട്ട് മൂപ്പർക്ക് തോൽപ്പിക്കണമെന്ന് പൂതി. അങ്ങനെ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയൂല. അപ്പോൾ അങ്ങനെ വാദമുള്ളവരുടെ മുമ്പിൽ ചെല്ല്, ആ വാദവുമായിട്ട് കുരുവട്ടൂരിയൻ ടീമിൻ്റെ മുമ്പിൽ ചെല്ല്. അത് അവരുടെ വാദമാണ്. അവരെ ഞങ്ങൾ ആ വാദത്തിന് ഗണ്ണിച്ചിട്ടുണ്ട്. എത്ര ഖണ്ഡനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഞങ്ങളുടെ ഖണ്ഡനത്തിന് മുമ്പിൽ അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇത് തന്നെയാണ് നൗഷാദും പറയുന്നത്. തദ്ബീറുൽ ആലെന്ന് കേട്ടപ്പോ വാല് ചുരുട്ടി തിരിച്ചുകൊടുക, വിടൂലങ്ങളെ പിടിച്ചുകൊണ്ടുവരും, എന്നിട്ട് വാദപ്രതിവാദം നടത്തിക്കന്നെയും. കണ്ടോ, ഈ വാദപ്രതിവാദം നടക്കല് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, എല്ലാവരുടെയും ആവശ്യമാണ്. കണ്ടില്ലേ? അപ്പോ ഇത് വഹാബികളുടെ മാത്രം ആവശ്യമില്ല. ഏത് മുദബ്ബിറുൽ ആലം ഒരു വലിയാണ് എന്ന് അംഗീകരിക്കണം നമ്മൾ. എന്നിട്ട് അതിൽ സംവാദം നടത്തണം. അത് ആരുടെയൊക്കെ ആവശ്യമാണ്? ഒന്ന് അനസ് മൗലവിൻ്റെ ടീമായ വഹാബികളുടെ ആവശ്യമാണ്. പിന്നെ വേറെ ആർക്കാണ് അതിൻ്റെ ആവശ്യമുള്ളത്? കുരുവട്ടൂരിയൻ ടീമായ നൗഷാദിനും ടീമിനും. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾ ഒരു ടീമൊന്നുമല്ല, ഞങ്ങൾ 2 ചേരിയിലാണ്. ഇത് ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? അനസ് ചിന്തിക്കണം, നിങ്ങളെപ്പോലെ ചിന്താശൂന്യരല്ല എല്ലാവരും. അൽ മർഉ യഖീസു അലാ നഫ്സിഹി എന്നാണ്. മനുഷ്യൻ അവനെപ്പോലെയാണ് മറ്റുള്ളവരെന്ന് കരുതും. അങ്ങനെ കരുതുന്നത് വിഡ്ഢിത്തമാണ് അനസേ. മനസ്സിലായോ? ഈ പുത്തൻ വാദം പറഞ്ഞ നൗഷാദിനെയും ടീമിനെയും ഞങ്ങൾ അടക്കിയിരുത്തിയിട്ടുണ്ട്. ആ വാദം പറയൽ നൗഷാദിൻ്റെ ആവശ്യമാണ്. കാരണം നൗഷാദിനെ ആ വാദം പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ പ്രാമാണികമായി നിരായുധരാക്കിയിട്ടുണ്ട്. എന്നാൽ ആ വാദം ഞങ്ങൾ ഏറ്റെടുക്കണമെന്നോ? അപ്പോൾ ഈ സംവാദം നടക്കൽ ഇവരെ 2 പേരുടെയും ആവശ്യമാണ്. കൃത്യമാണോ? അവരെന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമുക്കില്ലാത്ത വാദമാണ് നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് നിങ്ങൾ അംഗീകരിക്കണം, എന്നിട്ട് സംവാദത്തിന് വരണം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? സംവാദത്തിന് വരുന്ന എതിരാളികൾക്ക് ഒരു വാദാണ്ട് കൊടുക്കുക, നിങ്ങൾ അംഗീകരിച്ചോളണം, എന്നിട്ട് സംവാദത്തിന് വായി എന്ന് പറയുന്ന ശൈലി ഇത്രമാത്രം തരംതാഴ്ന്നു പോയല്ലോ വഹാബികളെ നിങ്ങൾ. ഈ അനസിന് ഇത്ര വിവരമില്ലാത്ത ഒരു മൗലവിയെയാണല്ലോ ഈ സംവാദവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വെച്ചത്. കേന്നം അസ്ഥികൂടമായിട്ടുണ്ട്, എന്നാലും കുറച്ചെങ്കിലും ഒരു കഥയുള്ള ഒറ്റൊന്നും അവിടെ കൂട്ടത്തിലില്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു സംവാദത്തിൻ്റെ ഒരു പ്രാഥമിക പാഠമെങ്കിലും അറിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കില്ലാത്ത വാദം അത് നമ്മുടേതായിട്ട് നമ്മൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മുമ്പിൽ തോറ്റുപോയ ഈ കുരുവട്ടൂരികൾ ഇവർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് വഹാബികളുടെ കൂടെ കൂടിയിട്ട് അവർ പറയാണ് അത് നമ്മൾ ഏറ്റെടുക്കണമെന്ന്. വ്യവസ്ഥ എഴുതാം, സംവാദം നടത്താം. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ, ഇനി ഏത് വിഷയത്തിലാകട്ടെ, ഇസ്തിഗാസ എന്ന വിഷയത്തിൽ വേണമെങ്കിൽ അങ്ങനെ നടത്താം. ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ്. പറയുമ്പോ ഓർക്കേണ്ടിയിരുന്നു നിങ്ങൾ, ഏത് വിഷയത്തിലും റെഡി. തൗഹീദ് ശിർക്ക് ആദ്യം പറഞ്ഞു. തൗഹീദ് ശിർക്കാണ് തദ്ബീറിൽ വന്നത്. ഇവിടെ തൗഹീദ് ശിർക്കാണ് ഇവിടെ വന്ന വിഷയം. കണ്ടോ? അപ്പൊ ഏത് വിഷയത്തിലും നമ്മൾ പറഞ്ഞു, അതേ വഹാബികളുമായി തർക്കത്തിലുള്ള ഏത് വിഷയത്തിലും നമ്മൾ സംവദിക്കാൻ തയ്യാറാണ്. അതെന്നും തയ്യാറാണ്. ഏത് വിഷയത്തിലും എന്ന് പറഞ്ഞതുകൊണ്ട് നൗഷാദ് പറയാണ് അപ്പം പിന്നെ നിങ്ങൾ ഇതും കൂടി ഏറ്റെടുക്കണം. ഏത് വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള വാദല്ലേ മൗലവി ഞങ്ങൾ ഏറ്റെടുക്കുള്ളൂ. ഞങ്ങൾക്കില്ലാത്ത നൗഷാദിൻ്റെയും കുരുവട്ടൂരിയൻ ടീമിൻ്റെയും ഈ നിരർത്ഥകമായ വാദത്തെ ഞങ്ങൾ ഏറ്റെടുക്കണമെന്നോ? അപ്പം നൗഷാദിൻ്റെയും ടീമിൻ്റെയും വാദം ഞങ്ങളുടെ വാദമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങൾ എവിടെയെങ്കിലും കേൾവിയുണ്ടോ സഹോദരങ്ങളെ? ഒരു സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? ഒളിച്ചോടാൻ നിങ്ങൾക്ക് ധൈര്യമായി പറഞ്ഞാൽ മതി, ഞങ്ങളെ കൊണ്ട് ഇത് കഴിയൂല, ഞങ്ങൾ വെല്ലുവിളിച്ച് കുടുങ്ങിയതാണെന്ന് പറഞ്ഞേക്കാൻ. എന്നാൽ അതിന് പകരം
ഈ അർത്ഥത്തിലുള്ള ദുരന്തങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അത് ലജ്ജാവഹമാണെന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. വളരെ കൃത്യമല്ലേ അത്? ഈ ഒരു ആശയം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ 64ഓളം ഗണ്ണന പരമ്പരകൾ ഇതിനോടകം കഴിഞ്ഞു. ഞങ്ങൾ ആലിമീങ്ങളൊക്കെയും അത് എഴുതി വച്ചു. എന്നിട്ടും അത് ഞങ്ങളുടെ വാദമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് എത്രമാത്രം ലജ്ജാവഹമാണ് എന്ന് അനസിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്കില്ലാത്ത വാദം തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം. അനസ് പറയട്ടെ. ഞങ്ങൾക്ക് ആ വാദമില്ല, തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വാദപ്രതിവാദത്തിന് വാ, തെളിയിച്ചു തരാം. നിങ്ങൾ വാദപ്രതിവാദത്തിന് വാ, നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് തെളിയിച്ചു തരാം. മനസ്സിലാക്കണം, ഞങ്ങളത് നിങ്ങൾക്ക് ആ വാദം ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയാതെ വാദം എഴുതുമോ? കണ്ടോ നിങ്ങൾ, ഇദ്ദേഹത്തിന് സംവാദത്തിന്റെ ബാലപാഠം അറിയൂ. അനസെ എത്ര കാലമായി ഇതിൽ കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ട് സംവാദത്തിന്റെ ബാലപാഠം അറിയണ്ടേ? അയാൾ പറയാണ് സംവാദത്തിന് വരൂ, എന്നിട്ട് ആ വാദം നിങ്ങളുടേതാണെന്ന് ഞങ്ങൾ തെളിയിച്ചരാം. മൗലവി ആദ്യം വാദം തീരുമാനമായിട്ടല്ലേ സംവാദത്തിലേക്ക് കടക്കുള്ളൂ. സംവാദത്തിൽ തെളിയിക്കേണ്ടത് ഈ വാദം നിങ്ങളുടേതാണ്, മറ്റേ വാദം ഞങ്ങളുടേതാണെന്നാണ് തെളിയിക്കേണ്ടത്. സംവാദത്തിൽ തെളിയിക്കേണ്ടത് വ്യവസ്ഥയിൽ എഴുതി വന്ന വാദം അത് പ്രമാണവിരുദ്ധമാണ് എന്നാണ് ഓരോരുത്തരും തെളിയിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വാദം ഇന്നതാണോ അല്ലേ എന്ന് തെളിയിക്കേണ്ടതല്ല സംവാദം. വാദം തീരുമാനിച്ചതിന് ശേഷമാണ് രണ്ടുപേരും അവരവരുടെ വാദമായി അംഗീകരിക്കുന്ന വാദം എഴുതിയതിന് ശേഷമാണ് സംവാദത്തിന് ഇരിക്കേണ്ടത്. എന്നിട്ട് മൗലവി പറയണം സംവാദത്തിന് വരൂ, ഞാനത് തെളിയിക്കുക, നിങ്ങളെ വാദമാണ്. സംവാദത്തിൻ്റെ ഒരു പ്രാഥമിക വശമെങ്കിലും പഠിക്കണ്ടേ മൗലവി? എന്തിന് പഠിക്കാതെ നടക്കണം? ഇങ്ങനെ ഇപ്രകാരം തൊലിക്കട്ടിയുള്ള വിവരമില്ലാത്ത ഒരു ടീം വഹാബികളല്ലാതെ, അതുപോലെ കള്ളത്തൊരീഖത്തുകാരല്ലാതെ വേറെ ആരുണ്ടാകും? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വാദം തീരുമാനമായിട്ടാണ് സംവാദത്തിന് പോവുക. സംവാദത്തിൽ വന്നിരുന്നിട്ട് വാദം തീരുമാനമാക്കല്ല. അപ്പോൾ മുദബ്ബിറുൽ ആലം എന്നത് അല്ലാഹു തആലയാണ് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുകളൊക്കെ പഠിപ്പിച്ചു. അതിനെതിരെ ഒരു വാദം ഞങ്ങൾക്കാർക്കുമില്ല. എന്നാൽ അനസ് പറയുന്നുണ്ട് മുദബ്ബിറുൽ ആലം എന്നത് ഔലിയാക്കളാണ് എന്ന വാദം നമുക്കുണ്ട് എന്ന് അനസ് പറഞ്ഞിട്ട് അത് തെളിയിക്കുന്നു എന്ന പേരിൽ അനസ് നൗഷാദിൻ്റെ ആ കാര്യങ്ങൾ നേരെ കോപ്പി അടിക്കുകയാണ്. അതിന് നൗഷാദിനോട് നമ്മൾ പറഞ്ഞ മറുപടിയുണ്ട്, അതൊന്ന് പോയി കേട്ടാൽ മതി മൗലവി. 64 ഗണ്ണനം താങ്കൾ എണ്ണി വന്നിരുന്നല്ലോ, എന്നാൽ ആ ഗണ്ണനം ഒന്ന് തുടക്കം മുതൽ കേട്ടു നോക്ക്. താങ്കൾ ഇവിടെ വായിച്ച മൗലിദ് കിതാബ് അടക്കം ഒരുപാട് കിതാബുകളുടെ ഉദ്ധരണികൾ കൊണ്ടുവന്ന് നൗഷാദ് ആ വാദം മുദബ്ബിറുൽ ആലമാണ് എന്ന് ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതിനെയൊക്കെ ഗണ്ണിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ട് പഠിക്കണം ആദ്യം. അനസ് പറയട്ടെ. എന്നോടൊരു മുദരിസ് പറഞ്ഞു, അദ്ദേഹം ഈ സിയമടവൂരിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള എൻ്റെ മുദരിസ് പറഞ്ഞു, എന്നോടൊരു മുദരിസ് പറഞ്ഞു. എന്താ മുദരിസ് പറഞ്ഞത്? ഖാലലഹു ആ മുദരിസ് സിയമടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അങ്ക, ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഖുതുബുൽ അഖ്താബി വ മുദബ്ബിറുൽ ആലം. കണ്ടോ, എവിടുന്നാ വായിക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഔദ്യോഗിക രേഖയല്ലേ? ആ ഔദ്യോഗിക രേഖയിൽ കാണുന്നു അന അഖൂലു അങ്ക, ഓ സിയമടവൂരേ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ, വലിയ സംഗതി തന്നെയാണ് ഇപ്പോൾ അത്. മൗലവി, ഇതിനൊക്കെ നമ്മൾ എത്രയോ തവണ മറുപടി പറഞ്ഞതാണ്. താങ്കളുടെ കൂട്ടുകക്ഷിയായ നൗഷാദിനോട് ചോദിച്ചു നോക്ക്, അതിൻ്റെ മറുപടിയൊക്കെ അയാൾ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗണ്ണനമെടുത്തെന്ന് കേൾക്ക്. മനസ്സിലായോ? ഇതിപ്പോൾ വലിയൊരു സംഗതിയായി ആനത്തലയായി കൊണ്ടുവന്നതാണല്ലേ. എന്താ മൗലവി? മുദബ്ബിറുൽ ആലം അത് അല്ലാഹു തആലയാണ്, അള്ളാഹുവിൻ്റെ ഖാസ്വായ സിഫത്തുകളിൽപ്പെട്ടതാണെന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അതുപോലെ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കളെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലമാണെന്ന പദപ്രയോഗം ചില സ്ഥലങ്ങളിൽ നടത്തിയതായി കാണാം, ചില ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൻ്റെ അർത്ഥം മുദബ്ബിറുൽ ആലം എന്നല്ല, അതിൻ്റെ അർത്ഥം മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ് അതിൻ്റെ അർത്ഥം. പഠിക്ക്, കിതാബ് പഠിക്ക്. ഖുർആൻ പഠിക്കുന്നില്ല, ഹദീസ് അറിയില്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ അറിയില്ല, അറബി ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. മലയാള പരിഭാഷയും പഠിച്ചിട്ട് സംവാദത്തിന് വരികയാണല്ലേ.
പഠിക്കേ. എന്താ അതിൻ്റെ അർത്ഥം? മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ്. മനസ്സിലായല്ലോ? അതെങ്ങനെ അതിൻ്റെ അർത്ഥം വന്നത്? നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുക്ക്. പരിശുദ്ധ ഖുർആനിലില്ലേ യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. എന്താ അതിൻ്റെ അർത്ഥം? യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, സൂറത്തുൽ കഹ്ഫ്. ആ രാജാവ് അക്രമമായി എല്ലാ കപ്പലുകളും പിടിച്ചടക്കും. ലോകത്തുള്ള എല്ലാ കപ്പലും ആ രാജാവ് പിടിച്ചടക്കോ? ഇല്ല. അപ്പൊ കുല്ല സഫീനത്തിൻ എന്ന് പറഞ്ഞത് ചില കപ്പലുകൾ പിടിച്ചടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അദ്ദേഹം ധാരാളമായി ഈ അതിക്രമം കാണിക്കും എന്ന ധാരാളിത്വം കാണിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ വൈപുല്യം കാണിക്കുന്നതിന് വേണ്ടി അങ്ങനെ പദം പ്രയോഗിക്കാറുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആൻ നമ്മെ എത്ര തെളിവുകൾ കാണാൻ കഴിയും? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു തആല എല്ലാറ്റിൻ്റെയും ഖാലിഖാണ്. ഇത് വെച്ചുകൊണ്ട് ഒരു യുക്തിവാദി അനസ് ചോദിച്ചതുപോലെ ചോദിക്കണം, അല്ലാഹു തആല ഖാലിഖു കുല്ലി ഷൈഇൻ എന്നല്ലേ, എല്ലാ ഷൈഇൻ്റെയും ഖാലിഖല്ലേ? അപ്പോൾ അല്ലാഹുവിൻ്റെയും ഖാലിഖാണോ? അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഖുർആൻ ദൈക്ഷണിക വിരുദ്ധമാണ് എന്നൊരു യുക്തിവാദി പറഞ്ഞാൽ നമ്മൾ പറയും, യുക്തിവാദി ഇനി വഹാബിയെ പോലെയാവല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ ഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു അല്ലാത്ത എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് എന്നാണ്. അപ്പം എങ്ങനെ അല്ലാഹു തആല അതിൽ നിന്നും ഒഴിവാകുന്നത്? അതിനെ അഖ്ല് മുഖസ്സിസാണ്. അപ്പം അങ്ങനെയുള്ള പദപ്രയോഗം നടത്തുന്നിടത്ത് ചില തഖ്സീസുകൾ ഉണ്ടാകും. അത് അഖ്ല് മുഖസ്സിസായി വരുന്നതുണ്ട്, നഖ്ല് മുഖസ്സിസായി വരുന്നതുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ വിശാലമായിട്ട് നൗഷാദിനെയും ടീമിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനസെ കിതാബോധി പഠിക്കണം, ദീനിന്റെ പ്രമാണങ്ങൾ പഠിക്കണം. തുദമ്മിറു കുല്ല ഷൈഇൻ എന്ന് ഖുർആനിൽ കാണാം. ആയത് സമൂഹത്തിലേക്ക് അയച്ച കാറ്റ് എല്ലാറ്റിനെയും നശിപ്പിച്ചു, എല്ലാ ഷൈഇനെയും. ആകാശവും ഭൂമിയൊക്കെ നശിപ്പിച്ചോ? ഇല്ല. അപ്പോൾ ചിലത് കുല്ലി എന്ന പദം വന്നാൽ അതിന് ചില അതിൻ്റെ സാന്ദർഭികമായ അതിൻ്റെ തഖ്സീസ് നോക്കിയിട്ട് വേണം അർത്ഥം വെക്കാൻ. അപ്പോൾ ഒരു അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു അസുലുണ്ടാകും. ആ അസുലിൽ നിന്ന് വേണം ഏത് പദങ്ങളും അർത്ഥം വെക്കാൻ. അപ്പം ഔലിയാക്കളെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലം എന്ന പദപ്രയോഗം നടത്തിയാൽ അല്ലാഹു തആല അവർക്ക് കൊടുത്ത തദ്ബീറിൻ്റെ വൈപുല്യം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പദപ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ്, ഒരിക്കലും മുദബ്ബിറുൽ ആലം എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് അനസ് മനസ്സിലാക്കണം. താങ്കളുടെ കൂട്ടുകക്ഷിയായ നൗഷാദും പഠിക്കണം. എല്ലാവരും പഠിക്കട്ടെ. മനസ്സിലായല്ലോ? അപ്പോൾ ഫൽ മുദബ്ബിറാത്തി അംറ, ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട്. അങ്ങനെ മുദബ്ബിറുൻ ഫിൽ ആലമുകളായ ഒരുപാട് മഹാന്മാരുണ്ട്. ആ മഹാന്മാർക്ക് അല്ലാഹു തആല നൽകിയ തദ്ബീറിൻ്റെ വൈപുല്യം കാണിക്കുന്നതിന് വേണ്ടി മുദബ്ബിറുൽ ആലം എന്ന് പദപ്രയോഗം ചില സ്ഥലങ്ങളിലൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ അർത്ഥം മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ് എന്ന് എത്രയോ തവണ നമ്മൾ വിശദീകരിച്ചതാണ്. പക്ഷേ അനസ് പഠിച്ചില്ല. അനസിൻ്റെ കൂട്ടുകക്ഷിയായ ഈ ഒരു വിഡ്ഢിത്തം മനസ്സിനെ പറഞ്ഞുകൊടുത്ത കുരുവട്ടൂരികളും പഠിച്ചില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പരിശുദ്ധ ഖുർആന് പഠിച്ചാൽ, അതുപോലെ ഹദീസുകൾ പഠിച്ചാൽ, ഇസ്ലാമിൻ്റെ പ്രമാണം പഠിച്ചാൽ ഈ ഒരു വിവരക്കേട് അനസിന് പറയേണ്ടി വരില്ല. അപ്പം അനസിനോട് ആവർത്തിക്കുകയാണ്, മുദബ്ബിറുൽ ആലം അല്ലാഹു തആല മാത്രമാണ് എന്നാണ് ഞങ്ങളുടെ വാദം. എന്നാൽ മഹാന്മാരായ ഔലിയായിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പിന്നെ ഖുർആനിൽ കാണാം, ഹദീസിൽ കാണാൻ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. ആ പ്രയോഗങ്ങൾക്ക് അതിൻ്റെ അസുലിൽ നിന്നുകൊണ്ടുള്ള അർത്ഥം മനസ്സിലാക്കണമെന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആ തത്വമൊന്നും അറിയാതെ ദീന് പറയാൻ വന്ന വിഡ്ഢികളാണ് ഈ വഹാബികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസംഗശകലം, ആ പ്രസംഗശകലം അതും കുരുവട്ടൂരികളാണ് എടുക്കുന്നത്. അതാണ് രസം. അനസിൻ്റെ 1 മണിക്കൂറിലധികമുള്ള പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ഒക്കെ തെളിവെന്താണ്? അത് നൗഷാദ് പറഞ്ഞു, കേൾക്കൂ നൗഷാദ് പറഞ്ഞു. അനസ് എന്ത് പറയുന്നോ അതിൻ്റെ ഒക്കെ തെളിവാരാ? നൗഷാദ് പറഞ്ഞു. ആരാടോ ഈ നൗഷാദ്? വഹാബികളായ നിങ്ങളെപ്പോലെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഗണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പുത്തൻവാദികളാണവർ. അവർ ഞങ്ങൾക്കെങ്ങനെ പ്രമാണാകും? അപ്പോൾ ഒരു തെളിവെന്താണ്, വാദമെന്താണ് എന്നൊന്നും അറിയാതെ സംവാദത്തിന് വന്നിരിക്കുകയാണ് ഈ അനസ്. ലജ്ജാവഹം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയണം? ഉസ്താദിന്റെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ഒരു ക്ലിപ്പിടട്ടെ. അപ്പോൾ നിയന്ത്രിക്കുന്ന
കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. ഫൽമുദബ്ബിറാത്തി അംറാ എന്ന ആയത്തോതിയിട്ട് ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഇവിടെ പഠിപ്പിച്ചത് എ പി ഉസ്താദാണ്. ഞങ്ങളുടെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടില്ലാന്നോ? ഇനി അതിലും വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളാരാണ്? കണ്ടോ? അപ്പോ ഈ വാദം, ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ പറയുന്നത്. മുദബ്ബിറുൽ ആലം, ആ മുദബ്ബിറുൽ ആലം സി എം മടവൂരിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ് വിശദീകരിച്ച ആയത്തോ കണ്ടില്ലേ? അപ്പോ ഈ വിഡ്ഢിത്തം പറയുന്നത് നൗഷാദിൽ നിന്ന് കേട്ടിട്ടാണ്. നൗഷാദ് പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ പറയാണ് അനസ്. എന്നിട്ട് പറയാണ് ഞാൻ നൗഷാദിനായിട്ടൊന്നും ബന്ധപ്പെടാറില്ല, അച്ഛൻ പത്തായത്തിലും കൂടില്ല എന്ന് പറയുന്ന ശൈലി അല്ലേ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദിൻ്റെ പ്രഭാഷണ ശകലമിട്ട് നൗഷാദ് കളവ് പറഞ്ഞു. അതേ കളവ് അനസും പറയുന്നു. ഉസ്താദ് അവർകൾ എന്താ പറഞ്ഞത്? മുദബ്ബിറുൽ ആലമാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെയോ ഫൽ മുദബ്ബിറാത്തി എന്ന ഖുർആനിൻ്റെ വാചകം ഒരുപാട് തദ്ബീറുള്ളവർ ഒരുപാടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ. അപ്പൊ തദ്ബീറുള്ളവർ ഒരുപാടുണ്ട്, അതിൽപ്പെട്ടവരാണ് സി എം വലിയുല്ലാഹി. അപ്പോൾ അവിടുന്ന് മുദബ്ബിറുൻ ഫിൽ ആലം ആകുന്നു, അല്ലാതെ മുദബ്ബിറുൽ ആലമല്ല. രണ്ടും വലിയ വ്യത്യാസമുണ്ട് മൗലവി. ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുദബ്ബിറുൻ ഫിൽ ആലം എന്നതാണ് ഉസ്താദ് അവർകൾ പറഞ്ഞത്. ഒരുപാട് മുദബ്ബിറുകളുണ്ട്, അതിൽപ്പെട്ട ഒരു മുദബ്ബിറാണ് സി എം വലിയുല്ലാഹി. എന്നാൽ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞതോ അത് അല്ലാഹു തആല മാത്രമാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെയാണ് അനസെ താങ്കൾ വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വാദം അഹ്ലുസുന്നക്കില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഔഷാദ് പറഞ്ഞ അതേ വിവരക്കേട് ഇവിടെ എടുത്തുകൊണ്ടുവരാൻ നാണമില്ലല്ലോ അനസേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയോ, ഇനി രണ്ടാമത്തെ ഒരു വാദം ഉണ്ടായിരുന്നു. എന്താണത്? ഒന്നാമത്തെ വാദം നമുക്ക് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് അനസ് പറഞ്ഞത് അത് കുരുവട്ടൂരികൾ പറഞ്ഞ അതേ വിവരക്കേടാണെന്നും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വാദം നമ്മുടെ കയ്യിലുള്ള ഷായർ മുബാറക്കിനെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഞാൻ ആ വാദവും എടുത്ത് പുറത്തെറിഞ്ഞിരുന്നു. കാരണം അതും സംവാദത്തിന് കൊണ്ടുവരാൻ പറ്റൂല. എന്തുകൊണ്ട്? സംവാദത്തിന് നമ്മുടെ കയ്യിലുള്ള ഷായർ മുബാറക്കിനെ സംബന്ധിച്ചല്ല സംവാദം നടത്തേണ്ടത്. കാരണം ഷായർ മുബാറക്ക് എന്ന് പറയുന്ന ഒന്നുണ്ടോ ഇല്ലേ അതാദ്യം സമ്മതിക്കണ്ടേ? ഷായർ മുബാറക്കിൻ്റെ മഹത്വം പൂർണ്ണമായും നിഷേധിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ കയ്യിലുള്ള ഷായർ മുബാറക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? നോക്ക് നിങ്ങൾ, 2015 ഏപ്രിൽ അൽമനാർ, ആ അൽമനാറിൽ അഥവാ അനസിൻ്റെ ടീമിൻ്റെ പ്രസിദ്ധീകരണമല്ലേ അൽമനാർ? ആ അൽമനാർ 2015 എന്താണ് എഴുതി വെക്കുന്നത്? നോക്കൂ നിങ്ങൾ, സ്ക്രീനിൽ കാണാം. തിരുകേശം 21 തിരുകേശത്തെ സംബന്ധിച്ച് പറയാണ്, മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ അധപ്പതനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തിരുകേശമാണെന്നും അത് മുക്കിയ വെള്ളത്തിന് രോഗശമന ശക്തിയോ ബർക്കത്തോ ഉണ്ടെന്നുമുള്ള വിശ്വാസമാണ്. അപ്പോൾ തിരുകേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷായർ മുബാറക്കിന് ബർക്കത്തുണ്ടെന്ന് വിശ്വാസം, അതുപോലെ അതിന് രോഗശമനമുണ്ടെന്ന വിശ്വാസം അത് തെറ്റാണെന്ന് പറയുന്നു. എന്നിട്ട് തുടരാണ്, അദ്ദേഹത്തിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നഖമോ പോലുള്ള ബോഡി വേസ്റ്റും അവശേഷിക്കുന്നില്ലെന്നതാണ് വസ്തുത. നോക്കൂ നിങ്ങൾ, പദപ്രയോഗം പണ്ട് പിണറായി വിജയൻ നടത്തിയതുപോലുള്ള അദ്ദേഹത്തിൻ്റെ അതേ നിലവാരത്തിലുള്ള വിശ്വാസം.
ബോഡി വേസ്റ്റ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷെയർ മുബാറക്കിനെ കുറിച്ച്, നഖത്തിനെ കുറിച്ച്. എന്നിട്ട് പറയാണ്, ഉണ്ടെങ്കിൽ തന്നെ അവക്കിത്തരം സവിശേഷതകളുണ്ടെന്ന വിശ്വാസം പ്രമാണബദ്ധമല്ല. ഷെയർ മുബാറക്കിന് ബറക്കത്തുണ്ടെന്നും സവിശേഷതയുണ്ടെന്നും വിശ്വസിക്കുന്നത് പ്രമാണമല്ല. ബുഖാരി ഒരുമിച്ച് തള്ളേണ്ടി വരും, മൗലവി പരിശുദ്ധ ഖുർആൻ തള്ളേണ്ടി വരും. എന്നിട്ട് പറയട്ടെ, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. ആരെ? അനസ് വിഭാഗത്തിൻ്റെ വഹാബികളുടെ പ്രസിദ്ധീകരണമായ അൽമനാർ ഏപ്രിൽ 2015 പറയുന്നു. അപ്പോൾ ഷെയർ മുബാറക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കിന് ഒരു പ്രത്യേകതയില്ല എന്നും അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണെന്നും എഴുതി വെച്ചവരല്ലേ അനസേ നിങ്ങൾ? 2015 ഏപ്രിൽ ഷിർക്കായത്, ഈ ഷിർക്ക് നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ? പറ, ഈ ഷിർക്ക് നിങ്ങൾ പിൻവലിച്ചോ? 2015 ശേഷം നിങ്ങൾക്ക് വഹി ഇറങ്ങിയോ? ഈ ഷിർക്ക് നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയൂ. എന്നാൽ ഇത് ഷിർക്കാണെന്നൊരു 2015 ഏതായാലും ഷിർക്കാണല്ലോ. ഈ ഷിർക്കായ ഷെയർ മുബാറക്ക് തന്നെ, അതിൽ മഹത്വമുണ്ടെന്നുള്ള വിശ്വാസം തന്നെ ഷിർക്കാണെന്ന് പറയുന്ന നിങ്ങളോട് പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഷെയർ മുബാറക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, ആ ഷെയർ മുബാറക്കിനെ കുറിച്ചുള്ള സംസാരിക്കാൻ നിങ്ങൾ യോഗ്യരല്ല. കാരണം ഷെയർ മുബാറക്കിൽ മഹത്വമുണ്ടെന്ന വിശ്വാസം ഷിർക്കാണെന്ന് പറയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങളുടെ കയ്യിലുള്ള ഷെയർ മുബാറക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? ആ ഷെയർ മുബാറക്ക് അതിൽ ബറക്കത്തുണ്ടെന്നും മഹത്വമുണ്ടെന്നും വിശ്വസിക്കുന്ന, ഇസ്ലാമിൻ്റെ പ്രമാണം അംഗീകരിക്കുന്ന വിശ്വാസികളോടല്ലേ അത് പറയേണ്ടത്? അങ്ങനെ ഷെയർ മുബാറക്കിന് മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് തന്നെ അവർക്ക് ഒരാളുടെ കയ്യിലുള്ള ഷെയർ മുബാറക്ക് അത് റസൂലുള്ളാഹി തങ്ങളുടേതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ പോയി ബർക്കത്തെടുക്കട്ടെ, അല്ലാത്തവർ ബർക്കത്തിന് പോകണ്ട. ഇത്രേ ആ വിഷയത്തിലുള്ളൂ, തബറുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അനസിനോട് പറഞ്ഞത്, ആ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളോട് സംസാരിക്കേണ്ടവരല്ല. ഷെയർ മുബാറക്കത്തിൻ്റെ മഹത്വം പൂർണ്ണമായി നിഷേധിക്കുകയും അത് ഷിർക്കാണെന്ന് പറഞ്ഞവരുമാണ് നിങ്ങൾ. ആ ഷിർക്ക് പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ? അത് പറ. അതുകൊണ്ടാണ് താങ്കൾ മുന്നോട്ട് വെച്ച 2 വാദവും ഞാൻ ചവിട്ടി പുറത്താക്കിയത്. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് തന്നെ അനസ് മുന്നോട്ട് വെച്ച 2 വാദവും, ഒന്ന് ഞങ്ങൾക്കില്ലാത്ത വാദമാണ്, രണ്ടാമത്തത് വഹാബിയായ താങ്കളോട് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല ഷെയർ മുബാറക്ക്. ആദ്യം ആ ഷിർക്ക് നിങ്ങൾ പിൻവലിച്ചോ ഇല്ലേ എന്നുള്ളത് പറ. ഷിർക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? അപ്പം ഷിർക്കാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ ഷിർക്കാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കെ നിങ്ങളോട് പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഷെയർ മുബാറക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? ആദ്യം ഷെയർ മുബാറക്കിന് മഹത്വമുണ്ടോ ഇല്ലേ, ആ വിശ്വാസം ഷിർക്കാണോ അല്ലേ എന്നല്ലേ സംസാരിക്കേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വാദങ്ങളായി ഞങ്ങൾ ഉദ്ധരിക്കാൻ പോവാണ്. ആദ്യം ഒന്നാമത്തെ വാദം അതൊന്ന് തീരുമാനമാക്കട്ടെ. ഞാൻ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ വാദം, KNMകാർ നിർവചിക്കുന്ന തൗഹീദ് പ്രകാരം KNMകാർ തൗഹീദിന് പുറത്താണ്. ഈ ഒരു വാദത്തിൽ മൗലവി സംവാദത്തിന് തയ്യാറാകണം. സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണത അത് അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾക്ക് പ്രമാണത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ വളരെ കൃത്യമായ പ്രഖ്യാപനമാണ് താങ്കൾ നടത്തിയത്. സംവാദത്തിൽ നിന്ന് ഞാനിതാ ഒളിച്ചോടുന്നു എന്നാണ് മൗലവി പറഞ്ഞത്. ഞങ്ങളുടെ മുമ്പിൽ വന്ന് താങ്കൾ വിശ്വസിക്കുന്ന, താങ്കൾ ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്ത തൗഹീദ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ കേൾപ്പില്ലാത്ത വിധം, നട്ടലില്ലാത്ത വിധം അനസ് പാപ്പരായി പോയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വിധത്തിൽ തകർന്നടിഞ്ഞവരാണ് വഹാബികൾ. സ്വന്തം തൗഹീദ് പോലും നിവർന്നു നിന്ന് പറയാൻ കേൾപ്പില്ലാത്ത വിധം ആദർശപരമായി നിങ്ങൾ പൂർണ്ണ പരാജയത്തിലായിട്ടുണ്ട് എന്ന് ഈ സമൂഹം വിലയിരുത്തും. അല്ലെങ്കിൽ ധൈര്യസമേതം കടന്നു വന്ന് നിങ്ങളുടെ തൗഹീദ് പ്രകാരം നിങ്ങൾ തൗഹീദിൻ്റെ ഉള്ളിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് അവസരമുണ്ട്. സംവാദത്തിലേക്ക് വരണം എന്ന് ഒരിക്കൽ കൂടെ ഞാൻ മൗലവിയോട് ആവശ്യപ്പെട്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.